പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ഭാവികളായ നിന്റെ അടിയാരോട് കരുണയെന്ന രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുവിട്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ അതിനോട്ടും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദര ഫലമായി നമ്മുടെ കർത്താവേ ശിക്ഷ വാഴ്ത്തപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ശുഭോലാ ബുൽബ്രോവൽ റൂഹോ ഗാദീശോ. കർത്താവേ, ഞെരുക്കത്തിലിരിക്കുന്നവരെ കൃപയോട് ദർശിക്കുകയും രോഗികളെ കരുണയോട് സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ദയാപൂർവം ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ദാഹിച്ചും വലഞ്ഞും നിന്റെ കരുണയ്ക്കും ദേവനും വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന സകല ആത്മാക്കൾക്കും, പ്രത്യേക രോഗിയായിരിക്കുന്ന ഈ നിന്റെ ദാസനും പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിന്നെ സ്തോത്രം ചെയ്യുവാൻ ശരീരാത്മാ സ്വസ്ഥത നൽകുകയും ചെയ്യണമേ. മോറൻ വാലോഹാലവുൽമീ രോഷത്താൽ ശാസിച്ചിടരുതന്നെ നാഥ. ഹല്ലേലൂയ. ക്രോധത്താൽ എന്നെ ശിക്ഷിച്ചിടരുതേ. ഹല്ലേലൂയ. എന്നത്തികളിളകി നൽകുക സൗഖ്യം. സംഭ്രമമാർന്നു. ഹല്ലേലൂയ. കർത്താവേ, താമസമരുതേ. എൻ കടപാപങ്ങൾ തിരുമുൻപാകെ ഞാൻ ചൊന്നർത്തിക്കുന്നേ. നാഥാ, കൃപ ചെയ്യുക. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാനേരവും എല്ലാ കാലവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ.
ബലഹീനന്മാരെ താങ്ങുകയും രോഗികൾക്ക് സ്വസ്ഥം നൽകുകയും ചെയ്യുന്നവനും അനുദപിക്കുന്നവരെ ശിക്ഷപ്പെടുത്തി സ്വീകരിക്കുകയും മരിച്ചവരെ വേർപ്പിക്കുകയും ചെയ്യുന്നതിനുമായ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ ബലഹീന മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരും ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയും നിങ്ങളുടെ കടങ്ങളുടെ പരിഹാരവും പാപമോചനവും ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. എല്ലാ വേദനകളും തനിക്ക് ലഘുവും പ്രയാസമേറിയ രഹസ്യങ്ങളെല്ലാം തനിക്ക് നിഷ്പ്രയാസവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, ലോകത്തിൽ വേണ്ടിയിരിക്കുന്നവൻ നിന്റെ അഭയം നേടുന്നവനും നിന്റെ വരങ്ങളാവുന്ന സഹായത്തിന് നോക്കി പാർത്തിരിക്കുന്നവനുമായി ഭാവിയുമായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും ലോകത്തിന് ആശ്വാസവും അവയവങ്ങൾക്ക് സ്വസ്ഥതയും നൽകണമേ. ഇപ്പോൾ നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, നീ ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനും പാപികൾക്ക് മോചനം നൽകുന്നവനും അനുതാപികളുടെ സഹായവും പ്രയാസിക്കുന്നവരുടെ ശക്തിയും സകല വിശ്വാസികൾക്ക് അഭയസ്ഥാനവുമാകുന്നുവല്ലോ. നിന്റെ കടങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമേ. നിന്റെ ദാസന്റെ വേദനകൾ ശമിപ്പിക്കുകയും ലോകത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ പനിയെ ശമിപ്പിക്കുകയും മനുഷ്യരെ നീക്കിക്കളയുകയും ചെയ്യണമേ. നിന്റെ ബലഹീനതയ്ക്ക് നീ താളായിരിക്കണമേ. പരിശോധനയിൽ നീ ശക്തി നൽകണമേ. നിന്റെ പ്ലാനതയെ മാറ്റി പ്രാപ്തിയാൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. പിന്നെ എഴുന്നേറ്റ് നിന്റെ കൃപകൾക്കും സഹായങ്ങൾക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനിടയാകണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദയാലുവും കാരുണ്യവാനും കൃപയുള്ളവനും ആത്മശരീരങ്ങളുടെ യഥാർത്ഥ വൈദ്യനുമാകുന്നുവല്ലോ. പിതാവാം ദൈവമേ, നിനക്കും എന്റെ ഏകപുത്രനും സഹായിക്കും. ബുദ്ധിയും ബഹുമാനവും ആധിപത്യം യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഏകാത്മജദേവ, ഞാൻ നിൻ കൃപയുടെ കടലിൽ നോക്കുന്നേൻ കടമേറി പാപം പെരുതായി എൻ സോപായന്മേൽ കൂകിയിട്ടൻ മിഴിനീരാൽ പെൺമയടാൻ കേഴും നിൻ ജനകശ്രീലത്താലെൻ വൈരികൾ മോദി ക്ഷീടാതനുതാപമെഴും പാതകയിൽ ദൂതസമൂഹം മോദി ചോദട്ടെ. പശ്ചാത്താപമെയ്യുന്നോരി രാപകൽ വാതിൽ തുറന്നേറ്റു ഹല്ലേലൂയ. നാഥൻ വാഴ്വുടയോൻ പാപികളെ സുവിശേഷത്തിൽ ജീവൻ നേടുവിനെന്നോതും രക്ഷകനാഥം കരുണാനന്ദകരം ഭൂമിയിലാതീയം മഴയും പാരം ചൊരിയും സാക്ഷാൽ രക്ഷകനാം നുകരട്ടൻ നികടം പോകി ദാഹത്തന്മാർ ജീവജലം ഹല്ലേലൂയ. പാപവിമുക്തിക്കായി വായ്പുപോ പോല പുറോവൽ റൂഹോ കാദീശോ മൂല്യവിധാതരണം നൈരം വ്യാപാരിയുടെ വമ്പറയും പാപിനി തന്റെ നാദം ബഹുമധുരം നൽകുകമേതരമാം നൈരം ജ്ഞാനദിരൻ മിഴിതേകാത്മജനെ അഭിഷേകിക്കട്ടെ. പരിമളതൈലത്താൽ ഞാൻ പാപവിമോചനമാർഗ
കാത്തിടുമെന്നൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നേ. അവൾ തൈലം വാങ്ങി വിശ്വാസം ദർശിച്ചുടയോ. ഹല്ലേലൂയ. പാപക്ഷമ നൽകി ഓലം ഓലം മുൽമീനാമി. ഞാനൻ പാപത്തിൽ ചാവാൻ മാതാ സംഗതിയാക്കരുതേ. അർപ്പിക്കുന്നേൻ ഹിതകരമാം ബാഷ്പം. ആടോ മാടോ ജങ്ങാലി പ്രാവോ പ്രാവിൻ കുഞ്ഞോ ഞാൻ അർപ്പിക്കുന്നില്ലയോ തിരുമുമ്പിൽ. ശീമോനുടെ ഭവനം പൂണ്ട പാപിനി പോൽ ഞാൻ അർപ്പിക്കും ബാഷ്പഗണം എന്നോട് കൃപ ചെയ്യുക. തപജനക സ്നേഹം മാതാ മറിയാമിൻ പ്രാർത്ഥന ഇവയാൽ. ഹല്ലേലൂയ. വിശുദ്ധികളും നൽകുന്നവനും ആശ്വാസദായകനും മനുഷ്യായുസ്സിൽ സദാചാര്യങ്ങളും തന്റെ ദൈവിക സഹായങ്ങളും ഞങ്ങൾ നിന്നും കർത്താവേ കരുണയും സ്വസ്ഥതയും ആശ്വാസവും ധൈര്യവും സഹായവും നൽകുന്നതായ നിങ്ങൾക്ക് ആദ്യ ചെടിയുടെ സ്വസ്ഥതയും ആശ്വാസവും യാചിക്കുന്ന ഈ ദാസനെ ആവർത്തിച്ച് ഇവരിൽ നേരവും വേദനയും ഔഷധയും നീക്കളയണമേ. പ്രതികൂലതകളും കമ്പുതകളും ഇവരുണ്ട് ദൂരീകരിക്കണമേ. നീക്കി ശാന്തിയും ആരോഗ്യവും രക്ഷയും വീണ്ടെടുപ്പും ഇവനെ ധരിപ്പിക്കണമേ. ബലം പ്രാപിച്ചെഴുന്നേൽക്കത്തക്കവണ്ണം ഇവനെ താഴ്ക്കൊള്ളണമേ. നിന്റെ വൽക്കുകയ ഇവൻ സഹായം നൽകണമേ. ഇവന്റെ കടങ്ങളും പാപവും ക്ഷമിക്കണമേ. ഇവൻ നിന്റെ പിതാവിനെയും സ്തോത്രം ചെയ്തക്കവണ്ണം നിന്റെ മഹാകരുണയാലും ദയാലും ഉത്തമമായ അടയാളം ഇവനെ കാണിച്ചു വെക്കണമേ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ കേല്യോ കൈക്കൊള്ളുവോർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. ശ്രീകാരുടെ സ്തുതിയും മേൽ തന്റെ കരുണകളും ിൽ പ്രാർത്ഥിക്കട്ടെ. സന്തോഷിക്കുന്നുവെങ്കിൽ സങ്കീർത്തനം പാടട്ടെ. രോഗിയായിരിക്കുന്നുവെങ്കിൽ സഭയിലേക്ക് ശിഷ്യന്മാരെ വിളിക്കട്ടെ. അവർ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യട്ടെ. വിശ്വാസപൂർവമായ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിനായിട്ട് പരസ്പരം കുറ്റങ്ങളെ ഏറ്റുപറയുകയും ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ നീതിമാന്റെ പ്രാർത്ഥനയുടെ ശക്തി വലുതാകുന്നു. പൗലോസുസ്ലേഹ ധന്യൻ ചൊൽകേട്ടേ നിദേവം. നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാലവനെങ്കിലും അതൂതേൽക്കും സഭയിൽ ശാപം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോട്ടവസാനിപ്പിപ്പോ ധന്യൻ.
ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണകളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും നാം ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ടതിന് കാലവും സമയവും ആകുന്നത് ഇത്. എന്തെന്നാൽ നമ്മുടെ രക്ഷ നാം വിശ്വസിച്ചതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ അടുത്തിരിക്കുന്നു. രാത്രി കഴിഞ്ഞുപോയി, പകൽ സമീപിച്ചു. ആകയാൽ നാം അന്ധകാര കർമ്മങ്ങളെ നമ്മിൽ നിന്ന് നീക്കിയിട്ട് പ്രകാശത്തിന്റെ ആയുധത്തെ ധരിക്കണം. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി വർദ്ധിക്കണം. വെറിക്കൂത്ത്, മദ്യപാനം, അവിഹിതവേഴ്ച, വിഷയാസ്തി, കലഹം, അസൂയ ഇവയൊന്നും അരുത്. പിന്നെയോ നമ്മുടെ കർത്താവായ യേശുമിശിഹായെ ധരിച്ചുകൊള്ളുകയും ദുർമോഹങ്ങളിലേക്ക് നയിക്കാത്ത വിധം ജഡത്തെ പറ്റി ചിന്തിക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദേവേശ നിന്നെ എന്നാത്മാവഭയം പ്രാപിച്ചു ചെയ്യുക. ആപത്തൊഴിയും വരെ നിൻ ചിറകിൽ നിഴലിലണയ്ക്കണമെന്നേ. ഹല്ലേലൂയ. മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ ഇവിടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. യേശു തമ്പുരാൻ 12 പേരോട് ഇപ്രകാരം കൽപ്പിച്ചു പറഞ്ഞയച്ചു: നിങ്ങൾ പുറജാതികളുടെ വഴിയെ സഞ്ചരിക്കരുത്. ശമര്യരുടെ നഗരത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രധാനമായി പോകേണ്ടത് ഇസ്രായേൽ കുലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാകുന്നു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ചുകൊള്ളുവീൻ. രോഗികളെ സുഖപ്പെടുത്തുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, പിശാചുക്കളെ ബഹിഷ്കരിപ്പീൻ. വില കൂടാതെ നിങ്ങൾക്ക് കിട്ടി, വില കൂടാതെ നിങ്ങൾ കൊടുപ്പീൻ. നിങ്ങൾ പൊന്നും വെള്ളിയും മടിശീലകളിൽ പണവും സമ്പാദിക്കരുത്. യാത്രയ്ക്ക് ഭാണ്ഡമോ 2 ഉടുപ്പോ ചെരുപ്പുകളോ വടിയോ കരുതരുത്. എന്തെന്നാൽ വേലക്കാരൻ ഭക്ഷണത്തിന് അർഹനാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇരുന്നാട്ട് ഇപ്പിനാവട്ടെ. ശ്രീ ഈപ്പൻ ഈ അടുത്ത സമയത്തായി ഒരല്പം അസ്വസ്ഥത കണ്ടെത്താൻ ഇടയായി. അതേ തുടർന്നാണ് രോഗികളുടെ തൈലാഭിഷേകം സ്വീകരിക്കണമെന്ന ആഗ്രഹം അറിയിച്ചത്. അതിൻ പ്രകാരമാണ് ഇന്നിവിടെ ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു തിരിച്ചറിവാണ്. സാധാരണയുള്ള ആളുകളിൽ കാണാത്ത ഒരു തിരിച്ചറിവ്. സാധാരണയായി രോഗികളുടെ തൈലാഭിഷേകം നമ്മളുടെ പൊതു സങ്കല്പത്തിൽ
അത്യാസന്നമായി രോഗശയ്യയിലായിരിക്കുന്ന ഒരാൾക്ക് നൽകേണ്ട ഒരു ശുശ്രൂഷയായി നമ്മൾ തരം താണ് കണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് എന്ന് ഈ അവസരം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാൽ ശ്രീ ഈപ്പൻ അതിന് വിപരീതമായി രോഗം തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ അത് ഒരല്പകാലം നീണ്ടു നിൽക്കുന്ന ഒരു രോഗവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ രോഗികളുടെ തൈലാഭിഷേകം മുഖാന്തരമായി മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആശ്വാസം ലഭിക്കും എന്നുള്ള വിശ്വാസം ആഴമായി ബോധ്യപ്പെട്ടിട്ടാണ് ഈ ശുശ്രൂഷ നടത്തണം എന്ന് ആവശ്യപ്പെട്ട് സഭയെ സമീപിച്ചിരിക്കുന്നത്. നമ്മളുടെ ജീവിതം, നമ്മളുടെ ജീവൻ, നമ്മളുടെ ഈ ലോകത്തിലുള്ള നമ്മളുടെ ജീവൻ ആത്മാവും ശരീരവും മനസ്സും കൊണ്ടുള്ള ഒരു ഏകകമാണ്, ഒരു യൂണിറ്റാണ്. അതുകൊണ്ട് രോഗികളുടെ തൈലാഭിഷേകം മുഖാന്തരമായി ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യവും കൂടെ ലഭിക്കും. അത് സമഗ്രമായ ഒരു വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം ഇന്ന് വായിക്കുകയുണ്ടായി. 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അടിവരയിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളിൽ ഒരുവൻ രോഗിയായാൽ സഭയിലെ പട്ടക്കാരെ വിളിക്കട്ടെ, അവർ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത്, തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവരെ സൗഖ്യത്തിലേക്ക് നടത്തട്ടെ, നയിക്കട്ടെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോട് ചേർന്ന് പറയുകയാ, നിങ്ങൾ അന്യോന്യം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപമോചനവും നിങ്ങൾക്ക് ലഭിക്കും. രോഗത്തിൽ നിന്നുള്ള വിടുതലിന്, ശാരീരികമായ അസ്വാസ്ഥ്യത്തിൽ നിന്നുള്ള വിടുതലും ആധ്യാത്മികമായ നമ്മളുടെ ശുദ്ധീകരണത്തിലൂടെ ലഭിക്കുന്ന മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യവും, ഇത് രണ്ടും പരസ്പരം ചേർന്നു പോകും. ഇതിനെ രണ്ടിനെയും നമുക്ക് വിഭജിച്ച് കണ്ടുകൂടാ. മനുഷ്യൻ ഒരൊറ്റ ഏകകമാണ്, ഒരു യൂണിറ്റാണ് എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും അന്വർത്ഥമായി വരുന്നു എന്ന് നമ്മൾ ഊന്നി പറയുകയും ചിന്തിക്കുകയുമാണ്. ദൈവതിരുസന്നിധിയിൽ നമ്മളുടെ കുറവുകളെ ഏറ്റുപറയണം. അതുകൊണ്ട് നമ്മളുടെ ഈ പ്രാർത്ഥനയിൽ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ആദ്യ സന്ദർഭം മുതൽ അവസാനം വരെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ഉൾപ്പെടെ പ്രത്യേകമായി പറയുകയാ, ശാരീരിക സൗഖ്യവും ആത്മാവിൻ്റെ ശുദ്ധീകരണം മൂലമുണ്ടാകുന്ന വിടുതലും സൗഖ്യവും മനുഷ്യൻ്റെ ആത്യന്തികമായുള്ള വിടുതലിനെ സഹായിക്കും. അത് ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനും മനസ്സിനും അത് ഉപകരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്. രണ്ടാമത്, യാക്കോബ് ശ്ലീഹ പറയുകയാ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് വിശ്വാസത്തോടെ ഒരു ഭക്തൻ, ഒരു നീതിമാൻ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടും. അവർക്ക് രോഗത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കും, അവർക്ക് നൽകും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വൈദികരായ ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷയിൽ ധാരാളം അനുഭവങ്ങൾ ഇതോട് ചേർത്ത് പറയാനുണ്ടാവും. രോഗികളായി, വിഷമതയിലായി
ഇരിക്കുന്ന ആളുകൾ വിശ്വാസത്തോടെ വിളിച്ച്, കുടുംബാംഗങ്ങളാവാം, വിശ്വാസത്തോടെ വിളിച്ച് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭം അനേകരുടെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുന്നതായും ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് കാണുവാനും തിരിച്ചറിയുവാനും കഴിയും. രോഗികളുടെ തൈലാഭിഷേകം മുഖാന്തരമായി ശാരീരികമായ സൗഖ്യം ലഭിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ആ വിടുതൽ തമ്പുരാൻ തന്നു എന്ന സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ എത്രയോ ജീവിതങ്ങളിൽ വിശ്വാസികളിൽ ഭക്തരിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് ശുശ്രൂഷാ സന്ദർഭങ്ങളിൽ വൈദികരായ ഞങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സാക്ഷ്യം തീർച്ചയായും വിശ്വാസികളിൽ പലർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ സൗഖ്യം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനും വേണ്ടതാണെന്നും വിശ്വാസത്തോടുകൂടെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മളുടെ യാചന കേട്ട് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് സൗഖ്യം തരും, രോഗത്തിൽ നിന്ന് വിടുതൽ തരും. മാത്രമല്ല നമ്മളുടെ ആത്മാവിന് ദൈവം സ്വസ്ഥത നൽകി നമ്മളുടെ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. ഒരു ഉദാഹരണം പറയുകയാണ്. ഈ വേദഭാഗം എന്ന് വായിച്ചു കേട്ട വേദഭാഗം തുടർന്നും വായിക്കുമ്പോൾ ഏലിയാവ് സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. യാക്കോബ് ശ്ലീഹ പറയുക, നമ്മെപ്പോലെ ഒരാൾ പച്ചയായ മനുഷ്യൻ ഇസ്രായേലിൽ പാപം മുഴുത്തു, ദൈവത്തെ നിരസിച്ചു, ദൈവത്തെ അറിയാതെ നടന്നു. ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൻ്റെ കിടിവാതിലുകൾ അടഞ്ഞുപോയി. 3 വർഷവും 6 മാസവും നാട്ടിൽ മഴ പെയ്തില്ല, ക്ഷാമമായി. അങ്ങനെ ഏലിയാവ് ദൈവജനത്തെ, ദൈവമക്കളായി ജീവിക്കേണ്ട ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തി തമ്പുരാനിലേക്ക് തിരിയണം. അങ്ങനെ വീണ്ടും 3 വർഷവും 6 മാസവും കഴിഞ്ഞ് ക്ഷാമം കഠിനമായ സന്ദർഭത്തിൽ ഏലിയാവ് വീണ്ടും ദൈവതിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് മഴ പെയ്ത് ഐശ്വര്യവും സമ്പന്നതയും വീണ്ടും അവർക്ക് ലഭിക്കാൻ ഇടയായി എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുവാനായിട്ടാണ്. ഒരു നീതിമാൻ, ഒരു ഭക്തൻ, വിശ്വാസത്തിൽ ഉറച്ച ദൈവാന്വേഷിയായ ഒരു ദൈവപുരുഷൻ, ഒരു ദൈവ വനിത തമ്പുരാൻ്റെ അടുക്കലേക്ക് വന്ന് കണ്ണുകൾ ഉയർത്തി കൈകൾ മലർത്തി ദൈവതിരുസന്നിധിയിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് അവരുടെ ജീവിതത്തിൽ സൗഖ്യം നൽകും. ഇതും കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് യാക്കോബ് ശ്ലീഹ എഴുതുന്നത് ഈ അടിസ്ഥാനത്തിലാണെന്ന് യാക്കോബ് ശ്ലീഹ തന്നെ ഏലിയാവിൻ്റെ, ദൈവപുരുഷനായ പ്രവാചകനായ ഏലിയാവിൻ്റെ അനുഭവത്തിലൂടെ പ്രത്യേകമായി എടുത്തു പറയുന്നതും ഇന്ന് വായിച്ച ആ ലേഖന ഭാഗത്തെ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഈ അവസരം നമുക്ക് പ്രാർത്ഥിക്കാം. ഈപ്പന് പൂർണ്ണമായ സൗഖ്യം തമ്പുരാൻ കൊടുക്കട്ടെ. ദൈവം ഇടപെടട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവം നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതും സംബന്ധിച്ച് ദൈവകരങ്ങളിലാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് അവയെല്ലാം. പക്ഷേ ഒരു കാര്യം അടിവരയിടണം. ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന വിശ്വാസത്തിലും പ്രത്യാശയിലും പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും, സൗഖ്യം തരും. ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ആ ഒരു അനുഭവം ഈപ്പനുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഈ ദാസനിൽ
സമൃദ്ധിയായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥന നമുക്ക് എഴുന്നേൽക്കാം. ീടേണം പ്രാർത്ഥന കേട്ടി ആത്മാക്കളിലൻ പുണ്ടാകേണം ദേവനാഥായിരേദൂതൻ മാർദ്ദനാഥ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ ഉണ്ടാകേണം നീ ചൊന്നിടാൻ രോഗാത്താൽമം യാചിക്കുന്നു നിൻ സേവയ്ക്കായി നിൽപ്പാതിരെ ദർശിക്കണം ശിമോൻ തന്മാതാവിന്നാരോഗ്യം നീ നൽകി സൗഖ്യം പ്രാപി അങ്ങേ ശുശ്രൂഷിപ്പാൻ നിന്നാൽ നീ ോദിച്ചല്ലോ സ്നേഹത്താലി ആത്മത്തെ നീ താങ്ങിടേണം സൗഖ്യം പ്രാപിച്ചോണം വെളിവായി നിന്നെ സുവിശേഷിപ്പാനീ ആത്മത്തെ ദർശിക്കണം മെയ്യാരോഗം പോലാത്മത്തെ പാപം ചുറ്റി സൗഖ്യം നേടാൻ ഔഷധദാനം ചെയ്യുക വൈദ്യവിഷയ്ക്കൊപ്പം പാപം മർദ്ദിച്ചോരാത്മത്തെ കാത്തിടണം പോയും വീര്യം സംപ്രാപിച്ചോരാത്മൻ കർത്താവേ സ്തോത്രം ചെയ്യും നൽവൈദ്യാകാരുണ്യാബ്ദേ നിന്റെ വീട്ടോലം താതന്നും വായിക്കും സ്തോത്രം കൃപ ചെയ്യണം ദേവാദേവ ഉത്തരമരുളി കാരുണ്യം ചെയ്തേകിടണം മനുജാത്മാക്കൾക്കനുതാപം വൈദ്യനും രഹസ്യവും പരസ്യമായ സകല വേദനകളും തനിക്ക് ലഘുവായിരിക്കുന്നവനുമായ മിശിഹാതമ്പുരാനെ രോഗത്തിൽ കിടക്കുന്നവനും നിന്റെ ദയവിൽ അഭയം തേടുന്നവനും രോഗത്തിന് ആശ്വാസവും അവയവങ്ങൾക്ക് സ്വസ്ഥയും നിന്റെ കരുണയോടെ യാചിക്കുന്നവനുമായ ഈ ദാസന് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ദാസൻ എഴുന്നേറ്റ് നിന്റെ കരുണകൾക്കായി നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തോത്രം ചെയ്യത്തക്കവണ്ണം നിന്റെ ദാസന്റെ വേദനകളെ തടയുകയും രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ഞെരുക്കങ്ങളെ കെടുത്തിക്കളയുകയും ചെയ്യണമേ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ബലമേറിയതും സഹായപൂർണവുമായ നിന്റെ വലം കൈ സ്നേഹപൂർവം ഈ ദാസനിൽ ആവസിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ ബലഹീനമായ കൈ തിരുനാമത്തിൽ ഈ ദാസന്റെ മേൽ ഞാൻ വയ്ക്കുന്നു. കർത്താവേ, നിന്റെ കരുണയും മനുഷ്യ സ്നേഹവും മൂലം ഈ മകനെ ദർശിക്കണമേ. നിന്റെ കരുണ ഇവനിൽ ഒഴുക്കണമേ. ഈ ദാസന്റെ ബലഹീനതയിൽ നിന്റെ കൃപ വർഷിപ്പിക്കണമേ. നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ. നിന്നിലുള്ള അജയമായ പ്രത്യാശ കൊണ്ടും സത്യം കൊണ്ടും ഈ മകനെ അരകെട്ടിക്കണമേ. എല്ലാവിധ വേദനകളും രോഗങ്ങളും കഠിനമായ ശിക്ഷകളും ശക്തിയിൽ കവിഞ്ഞ പരീക്ഷകളും ഈ മകനിൽ നിന്ന് നീക്കിക്കളയണമേ. തിരുസന്നിധിയിൽ നിന്നുള്ള യഥാർത്ഥമായ ശക്തി ഇവനിൽ നൽകണമേ. നിന്റെ രക്ഷയാൽ മ്ലാനതയെ നീക്കി സന്തോഷിപ്പിക്കണമേ. ഈ ദാസൻ യോഗ്യമായ തിരുസന്നിധിയിൽ നിലകൊണ്ട് നിന്റെ കൃപയെ മുടക്കം കൂടാതെ സ്തോത്രം ചെയ്യുകയും നിന്റെ ദൈവത്വത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോഹാലവുൽ മീ.
പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹായുടെ നാമത്തിൽ നീ വെടിപ്പാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സോട് മനസ്സുകൂടാതെയും മറുവോട് മറുകൂടാതെയും നീ ചെയ്തിട്ടുള്ള നിന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുകയും സകല ദുർവികാരങ്ങളും പൈശാചിക വ്യാപാരങ്ങളും നിന്നിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഭസ്മോദാബോ ഊദാബുറോ വദറൂഹായോ ഖാദീശുൽ ഹായേ ദൽവോലം മുൽമീ. അച്ഛന്മാര് ഓരോ അവയവങ്ങളിലുമുള്ള ഓരോ അച്ഛന്മാരെ ചെയ്താണ്, ഓരോരുത്തരും മാറി മാറി ചെയ്താണ്. പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ചെയ്തോളൂ. ആദ്യം കോർപ്പിസ്കോപ്പന്മാർ ചോദിച്ചോട്ടെ, പിന്നെ അച്ഛന്മാർ ചെയ്താണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഈ വിശുദ്ധതയിലും നിന്റെ കരുണയും മൂലം കണ്ണുകൊണ്ട് നീ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും ദൈവം നിന്നോട് ക്ഷമിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെയും നാമത്തിൽ നിന്റെ അധരങ്ങൾ കൊണ്ടും നാവ് കൊണ്ടും ചെയ്തുള്ള സകല പാപം ദൈവം ക്ഷമിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ വിശുദ്ധ തൈലവും തന്റെ കരുണയും മൂലം ചെവികൾ കൊണ്ട് നീ ചെയ്തു പോയ സകല തെറ്റുകളും ദൈവം തമ്പുരാൻ നിന്നോട് ക്ഷമിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ വിശുദ്ധ തൈലം മൂലം നിന്റെ കൈകൾ കൊണ്ട് നീ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും ദൈവം തമ്പുരാൻ നിന്നോട് ക്ഷമിക്കട്ടെ. ആന്തരേന്ദ്രിയങ്ങൾ കൊണ്ട് വേറെ ആള് ചൊല്ലിക്ക്. മനെ ചൊല്ലുക, അച്ഛൻ ചൊല്ലുക. ആരാ അടുത്ത അച്ഛൻ? നാസിക നോക്കുക. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ വിശുദ്ധ തൈലവും നിന്റെ കരുണയും മൂലം കൊണ്ട് നീ ചെയ്തിട്ടുള്ള സകല തെറ്റുകളും ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. നാമത്തിൽ ഈ വിശുദ്ധ തൈലവും നിന്റെ കരുണയും മൂലം പാദങ്ങൾ കൊണ്ട് നീ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. കരുണ കാടലെ ഞാൻ മോഖും ദേവദാനയായൻ പാപം പെരുകി പിഴകൾ
വർദ്ധിച്ചയ്യോ മെന്നെ സോപ്പായാൽ മെൻ ബാഷ്പാൽ വെണ്മ പിതൃസ്നേഹത്താൽ യാചിക്കും ഞാൻ എന്നെ വൈരി തീറും നാരരിൽ ദൂതന്മാർ പ്രീതന്മാരായി തീർന്നിവർ ചൊല്ലട്ടെ അനുതാപികളിൽ താൻ വാതിൽ രാപകൽ ഹല്ലേലൂയ നമേൻ പിയൂരുകൾ മൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ ചെയ്തു വരുന്നു താലും മാതാവിൻ പിതാവിന്റെ പ്രാർത്ഥനയായിരിക്കും. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരും പിതാവിനോട് സമത്വമുള്ളവനും സകലവന്താത്മകാന്തരമാതൃമിച്ചവനും തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധമായാൽ ദൈവമാതാവായ പരിശുദ്ധ പറയാമെന്നുണ്ട്. പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ട് കർഷകരിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുവാതിരുന്നവരും തന്റെ വലിയ ബോധത്തോടിനെയും പെരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ലേഖന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുള്ള ഏകറുവായാലും ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ അമീൻ ബാറക്കുമോർ സോമൻ കാലസ് കുറിയലായി സോൻ നന്നാർ സ്തുതിയോടു രാജമകൾ ഹാലേലൂയായോ ഹാലേലൂയ നിൻബലമായ രാജഭാമിനിയോ ഹാലേലൂയായോ ഹാലേലൂയ ജനമൂർഖായ ഗ്രഹവും ബോല ബോല ബുറോ വൽ റൂഹോ കാദീശോ അക്ബർ പുകഴ്ച ഭാജനമേ സൗമൻ കാലസ് കുറിയലായി സോൻ മറിയാമിൻ സ്മരണം തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ടാം ബോല ബോല ബുറോവൽ റൂഹോ കാദീശോ ശ്രീ കന്യകമറിയാമീൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോ നിർത്തിയിടരുതേ പരിശുദ്ധേ നിധിമാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവല്ലഭനോൻ ഖരകൾ പോൽ
بولا بولا برو والروح قادشو ഒരുപോലെങ്ങും മോറേലിയ നോർമ ഉദകണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മയെ ബഹുമാനിച്ചോർക്കായി ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാരദിനേ ബോല ബോല ബുറുവൽ റൂഹോ കാദിഷോ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാഹേ പരിശുദ്ധന്മാരെ നിങ്ങൾ വടികളെയും തൻ കോപത്തിൻ വടികളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ തൈലാഭിഷേക ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ച അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരെയും ദൈവം തമ്പുരാൻ പുണ്യപ്പെടുത്തട്ടെ. രോഗികളുടെ തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിച്ചിരിക്കുന്ന ഈ ദാസനെ തമ്പുരാൻ സകലവിധമായ രോഗങ്ങളിൽ നിന്നും അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിച്ച് ദൈവം എന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന വലിയ ദൈവമാകുന്നുവെന്ന് രുചിച്ചറിയുവാൻ തമ്പുരാൻ സംഗതിയാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ളവയുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ഭവിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തോട് മുന്നമേ നന്ദി അറിയിക്കുന്നു. ഈ കർമ്മങ്ങളൊക്കെയും ചെയ്ത് അനുഗ്രഹിച്ച് ഇതിനുവേണ്ടി സമയം കണ്ടെത്തി സൈജാനെ ഏറ്റവും സ്നേഹിക്കുകയും സൈജാനെ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള അഭ്യർത്ഥന ഗബ്രിയേൽ തിരുമേനിയുള്ള എല്ലാ നന്ദി ആദരവുകളും പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി അർപ്പിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു തന്ന ഓവേബ ആശ്രമമാണ്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം നയിച്ചത് സാന്ധ്യേഷനാണ്. അച്ഛനോടും ഫോറിൻ ആശ്രമത്തിലെ എല്ലാ ഇൻമേറ്റ്സിനോടും ബഹുമാന്റെ അച്ഛന്മാരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സഹകാർമ്മികരായ വന്യ കോർപ്പസ് കോർപ്പറേഷന്മാ, വന്യ ബന്ധുമിത്രാദികളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുമായിട്ട് എത്തിച്ചേർന്ന് വന്യ വൈദിക സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ ശുശ്രൂഷകർ, ബന്ധുമിത്രാദികൾ എല്ലാവരോടും കുടുംബത്തിന്റെ പേരിലും സൈഷാന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സൈഷാനെ ഓർത്ത് പ്രാർത്ഥിക്കാം.